Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 2. Today's topic, Design of isolated rectangular footing, concentrically loaded with uniform thickness. Module 2. Design of rectangular footing, concentrically loaded with uniform thickness. Question. Design question. Design a rectangular footing of uniform thickness for reinforced column bearing a vertical load of 600 kN and having a base column size of 400 by 600 mm. Rectangular column. The safe bearing capacity SBC of soil may be taken as 120 kN per meter square. Use M20 grade concrete and FE 415 grade steel. This is our question. Rectangular footing design ആണ് question പറഞ്ഞിരിക്കുന്നത് വിത്ത് യൂണിഫോം തിക്നെസ് ആണ്. ലോഡ് ആക്ട് ചെയ്യുന്നത് 600 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ കോളം ബേസ് കോളം തന്നിരിക്കുന്നത് 400 by 600 mm ആണ്. കോളവും റെക്ടാങ്കുലർ കോളമാണ്. SBC 120, M20 ഗ്രേഡിൽ FE 415 സ്റ്റീലിൽ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിംഗ് ആയിരുന്നു. ഹിയർ ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെക്ടാങ്കുലർ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. സൊല്യൂഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഗിവൺ ഡേറ്റ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഗിവൺ ഡേറ്റ. നമുക്ക് പി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 600 കിലോ ന്യൂട്ടൺ. ദെൻ കോളം സൈസ് 400 mm by 600 mm size. Then safe bearing capacity SBC 120 kilo Newton per meter square. Then M20 and FE 415. FCK 20 Newton per mm square and FY 415 Newton per mm square. ഇത്രയും ഡേറ്റ നമുക്ക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് നമ്പർ 2. We have to find out the size of the footing. Footing size നമുക്ക് ഇനി ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, റെക്ടാങ്കുലർ ആണ്. സ്ക്വയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്സിയൽ ലോഡ് ഫ്രം ദ ഫൂട്ടിംഗ് എത്രയാ? നമുക്ക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് P 600. ദെൻ നമുക്ക് SBC, അത് നമുക്ക് ഗിവൺ ഡേറ്റയാണ്. Q 120, നമുക്ക് Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 120 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമുക്ക് അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ P ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ 10% ആണ് എടുക്കുന്നത്. 10% ഓഫ് കോളം ആക്സിയൽ ലോഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ ഫൂട്ടിംഗ്. ടോട്ടൽ ലോഡ് നമുക്ക് W എന്ന് എടുക്കാം. സോ P പ്ലസ് P ഡാഷ് ഇറ്റ് ഈസ് 660 അല്ല കേട്ടോ, 600. ഓക്കെ, 600 പ്ലസ് 10% ഓഫ് 600 എത്ര വന്നു? ഓർ 1.1 into 600 എന്ന് നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് 660 കിലോ ന്യൂട്ടൺ. ഓക്കെ, നമുക്കിപ്പോ ടോട്ടൽ ലോഡ് 660 കിലോ ന്യൂട്ടൺ കിട്ടി. ദെൻ നമുക്ക് എന്താ? ഓക്കെ, ബേസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ദ റിക്വയർഡ് ബേസ് ഏരിയ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ A. ഇറ്റ് ഈസ് ലോഡ് ഡിവൈഡ് ബൈ SBC. 660 ഡിവൈഡഡ് ബൈ Q ഇറ്റ് ഈസ് 120. 660 ഡിവൈഡ് ബൈ 120 എത്ര വന്നു?
5.5 meter square. നമ്മൾ നേരത്തെ സ്ക്വയർ ഫൂട്ടിംഗ് ചെയ്തപ്പോൾ നമ്മൾ ഇതിന്റെ റൂട്ട് എടുത്തു, നമുക്ക് വൺ സൈഡ് ഓഫ് ഫൂട്ടിംഗ് നമുക്ക് കിട്ടുമായിരുന്നു. ഹിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് വി ഹാവ് നമുക്ക് ഫൂട്ടിങ്ങിന്റെ ഒരു ഫിഗർ വരയ്ക്കാം. റെക്ടാങ്കുലർ ഫൂട്ടിംഗ് വിത്ത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, നമുക്ക് സ്ക്വയർ റെക്ടാങ്കുലർ കോളത്തിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ദിസ് ഈസ് 600 mm and this is 400 mm. 400 mm, 600 mm. Okay, so we have B by L equal to, this is B by L equal to this side. It is small b by small l. B by small l. Small b it is 400 by small l it is 600. Column dimension, that is 2 by 3. B by L equal to 2 by 3. That is B equal to 2L by 3. Take it as equation 1. Okay. Then area equal to B into, area of footing equal to B into L. It is 5.5. That is B into L equal to 5.5. It is taken as equation 2. Solving these two equations, then find out B and L. Then L equal to 2.87 meter. Take it as 3 meter. Okay. Then find out, substitute the value of L in equation 1 or 2. Then find out the value of B. Okay. Find out the value of B. Etra vannu? Yeah, B equal to 2L by 3. Then L is equal to 2 by 3 into L, 3. Then it is B. Then B equal to 2 meter. നമുക്ക് provide ചെയ്യാം. Therefore, provide a rectangular footing of size, നമുക്ക് L 3 മീറ്ററും B 2 മീറ്ററും ആണ് കിട്ടിയത്. സോ 2 meter by 3 meter. അണ്ടർലൈൻ ചെയ്തേക്കുക. Provide a rectangular footing of size 2 meter by 3 meter. 2 meter by 3 meter means area 6 meter square. It is greater than area required. Required it is 5.5 meter square. Okay, 5.5 meter square. Then required 5.5 meter square. Hence safe. Okay. Step number 3, find out the net upward pressure. Step number 3, find out the net upward pressure. Net upward pressure. It is denoted by, എന്തായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്ത്? സിഗ്മ. ഓക്കെ, നമുക്ക് നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിഗ്മ ഈക്വൽ ടു എന്താ? ഫോഴ്സ് ബൈ ഏരിയ പ്രൊവൈഡഡ്. ഫോഴ്സ് ബൈ ഏരിയ പ്രൊവൈഡഡ്. Area provided it is 2 by 3. Okay. Then force 660 divided by area provided 2 by 3. എത്ര കിട്ടി? 110 kilonewton per meter square. 110 kilonewton per meter square. And it is less than SBC 120 kilonewton per meter square. Okay. Hence safe. Then step number 3ലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അൾട്ടിമേറ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേക്കാം. അൾട്ടിമേറ്റ് പ്രഷർ സിഗ്മ ഈക്വൽ ടു 1.5 ഇൻറ്റു നമുക്ക് ഇവിടെ കിട്ടിയത് 110 ആണ്. ഇറ്റ് ഈസ് 110. 1.5 into 110, it is 165 kilonewton per meter square. This is the ultimate pressure. Step number 4, calculation of bending moment. Okay, bending moment calculate ചെയ്യാം. നമുക്ക് critical section is at the face of the column ആണ്. സോ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. Okay, rectangular footing. This is our column 600 by 400. This is
3 meter by 2 meter. Critical section is at the face. This is our critical section. Cantilever ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So we have to find out this dimension, that is 3 meter minus, അതായത് ഈ ഒരു ഡയമെൻഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ ലെങ്ത് 3000 മൈനസ് നമുക്ക് ഈ കോളത്തിന്റെ ഡയമെൻഷൻ 600 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടില്ലേ? എത്ര വന്നു? 1200 mm. That is 1.2 meter. So mark this as 1.2 meter. നമുക്ക് ആ ഡയമെൻഷനും കിട്ടി. ക്രിട്ടിക്കൽ സെക്ഷന് കാന്റിലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ദെൻ നമുക്ക് എന്താ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് ദ എവിടെയായിരുന്നു? ഈസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. ദെൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ലോഡ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ബി. ഓക്കെ, സിഗ്മ എത്രയായിരുന്നു? 165 kilonewton per meter square ഇൻറ്റു ബി. ടേക്ക് ഇറ്റ് ആസ് 2 meter. എത്ര വന്നു? 330 kilonewton per meter. ഓക്കെ, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇതാണ്. ദിസ് ഈസ് 1.2 meter ആൻഡ് ദിസ് ഈസ് 2 meter. ഈ ഒരു സെക്ഷൻ അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ MU ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു W ബെൻഡിങ് മൊമെന്റ് MU ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? കാന്റിലിവർ WL²/2 MU. ഓക്കെ, W 330 into L this distance, it is 1.2 square divided by 2. എത്ര കിട്ടി? 330 into 1.2 square divided by 2. 237.6 kilonewton meter. ഓക്കെ, നമുക്കപ്പം ബെൻഡിങ് മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? വി ഹാവ് ടു ലൊക്കേറ്റ് ഓർ ഫൈൻഡ് ഔട്ട് ദ ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ്. നമുക്ക് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ്, എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 5, കാൽക്കുലേഷൻ ഓഫ് effective depth of footing. അത് തന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷനും 1-way ഷിയറിലും 2-way ഷിയറിലും നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. ഫൈൻഡ് ഔട്ട് ചെയ്ത് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫ്ലെക്ചറിന്റെ കേസ് എടുക്കാം. എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേഷൻ ഫ്രം ഫ്ലെക്ചർ ഓർ ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്. MU ഈക്വൽ ടു 0.138 FCK BD². നമുക്ക് MU മാക്സിമം കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കണ്ടത്. ദിസ് ഇസ് റെക്ടാങ്കുലർ. സോ നമുക്ക് ഈ ഒരു കേസ് കൂടെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് ഇത് ക്രിട്ടിക്കൽ സെക്ഷന് വരുമ്പോൾ ഓക്കെ അതിലൂടെ നോക്കിയേക്കാം. ലോഡ് നമുക്ക് എത്ര വരും? ലോഡ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു L വരും. ദറ്റ് ഈസ് 165 into 3. ഓക്കെ, ദെൻ MU എന്ന് പറയുമ്പം WL²/2. 165 into 3 into ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 2000 minus 400 by 2. എത്ര വന്നു? 0.8 meter. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.8 meter ആണ്. ഓക്കെ, നമുക്കപ്പോൾ 0.8 square/2 എത്ര വന്നു? 165 into 3 നമ്മുടെ W into 0.8 square/2. 158.4 kilonewton meter. അതായത് MU Yയും MU Xും. ഓക്കെ, കിട്ടിയില്ലേ? ഈ ഒരു ഡയറക്ഷന്റെയും ഈ ഒരു ഡയറക്ഷനും റെക്ടാങ്കുലർ വന്നപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് വരുന്നത് 237 ആണ്. സോ നമ്മളിവിടെ MU ആയിട്ട് എടുക്കുന്നത് 237.6 into 10 raised to 3
10 raised to 6 equal to 0.138 into FCK 20 into B. B എത്രയാണ് 2 into 10 raised to 3 into D. D ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ D ഈക്വൽ ടു എത്ര വന്നു? 237.6 നമ്മുടെ മൊമെന്റ്, 0.138 into 20 into B, 2 into 10 raised to 3 into D square. Yeah, 207. D equal to 207.469 mm. നമുക്ക് D 208 mm ആയിട്ട് റൗണ്ട് ചെയ്യാം. ഓക്കെ, ഫ്രം bend moment consideration, the effective depth D equal to 208 mm. Step number 5 തന്നെ B, പാർട്ട് B. Depth calculation according to one-way shear. One-way shearന്റെ ബേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫിഗർ ഇങ്ങനെയാണ്. റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, കോളം സൈസ് 0.6 by 0.4 ആൻഡ് ഫൂട്ടിംഗ് സൈസ് 3 meter by 2 meter. നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം. വൺ വേ ഷിയറിൽ ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വൺ വേ ഷിയറിന്റെ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് വരുന്നത്. സോ ഹിയർ ഡി മാറിയിട്ട് ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്ക് ഇറ്റ് ആസ് ക്രിട്ടിക്കൽ സെക്ഷൻ. കാണുന്നില്ല അല്ലേ? യാ, ഓക്കെ. ഇത് ദിസ് ഡിസ്റ്റൻസ് ഡി, നമ്മൾ ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എടുക്കുന്നത്. സെയിം നമുക്ക് ഇനി ഈ സൈഡിലൂടെ കൺസിഡർ ചെയ്യാം. ഇവിടെയും നമുക്ക് ഡി മാറിയിട്ട്, ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ റെക്ടാംഗുലർ ആണ്. ഈ ഫേസും വരും, നമുക്ക് ഈ ഫേസിലും നമുക്ക് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് സെക്ഷൻ 1 ആയിട്ട് എടുക്കാം. ദിസ് സെക്ഷനെ നമുക്ക് 2 ആയിട്ടും എടുക്കാം. ക്ലിയർ ആയോ? ആണെങ്കിൽ നമുക്കിനി ഇവിടുത്തെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് 1.2ഉം ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് 0.82 എന്നറിയായിരുന്നു. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? 1.2 മൈനസ് ഡി യു ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്ഷൻ 2 ആണ്. 0.8 മൈനസ് ഡി യും ആയിരിക്കും. അത്രയൊന്ന് കൺസിഡർ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ആസ് per IS 456/2000, പേജ് നമ്പർ 72, ക്ലോസ് 4.1. നമുക്കിനി ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കാം. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ ഈസ് അറ്റ് എ ഡെപ്ത് D from the column face. കോളം ഫേസിൽ നിന്ന് D ഡെപ്ത് മാറിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷന് എടുക്കുന്നത്. നമുക്കിവിടെ സെക്ഷൻ 1 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 2 കൺസിഡർ ചെയ്തിട്ടുണ്ട് ഫോർ റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫോർ സെക്ഷൻ 1 കൺസിഡർ ചെയ്യാം. സെക്ഷൻ 1 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആസ് പെർ IS 456/2000 ക്ലോസ് 40.1 ഡോ വി ഈക്വൽ ടു VU by BD ആയിരുന്നു. സോ നമുക്ക് ആദ്യം VU1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷന്? പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ. ഓക്കെ, ഷെയ്ഡഡ് പോർഷൻ. പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 165 ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ വരുന്നത്. എന്താ ഇക്വേഷൻ വരുന്നത്? ഈ ഒരു ഡയമെൻഷൻ 2 മീറ്റർ ആണ്. 2 മീറ്റർ ഇൻറ്റു ദിസ് ഈസ് 1.2 മൈനസ് ഡി. ഓക്കെ, ഇൻറ്റു നമ്മൾ 165 കിലോ ന്യൂട്ടൺ ആണ്. 10⁻³ ഇൻറ്റു 10⁻³ ചെയ്യുക, ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് VU 1.2 എന്നൂടെ എഴുതാവേ. 2 ഇൻറ്റു 1.2 മൈനസ് ഡി ഇൻറ്റു 10⁻³ ഇത്രയും നമ്മുടെ ഏരിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസ് പെർ IS ടോവി ചെക്ക് ചെയ്യാം. VU by BD. VU ഹിയർ ഇറ്റ് ഈസ് VU1. 165 ഇൻറ്റു 2 ഇൻറ്റു 1.2 മൈനസ് ഡി ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ B ഇൻറ്റു ഡി. ബി എത്രയാണ് നമുക്ക് ഇവിടെ? 2000 ഇൻറ്റു ഡി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്യേണ്ടത് പെർമിസിബിളും ആയിട്ടാണ്. പെർമിസിബിൾ നമുക്ക് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ നമുക്ക് അസ്യൂം ചെയ്യണം.
0.25% നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം percentage of steel P equal to 0.25%, അതായത് 100 AS by 100 AS by BD, that is P. Okay, as per IS 456/2000, table 19, page number 73. അത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 73 പേജിൽ നിന്ന് നമുക്ക് ടേബിൾ 19 നിന്ന് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പേജ് നമ്പർ 73. Okay, take page number 73 as per IS 456/2000, 100 AS by BDP നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് 0.25 ആണ്. കറസ്പോണ്ടിങ് ടു M20ക്ക് നമുക്ക് 0.36 ആണ് എന്ത് ടോ സി വാല്യൂ പെർമിസിബിൾ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ടോ സി ഈക്വൽ ടു 0.36 ന്യൂട്ടൺ പെർ mm². നമുക്കിനി ടോ വി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ടോ സി ഈക്വൽ ടു ടോ വി 0.36 equal to this 165 into 2 into 1.2 minus d into 10 raised to 3 divided by 2000 in mm ആണ് into d into mm ലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഫൈൻഡ് ഔട്ട് d. ഓക്കെ, d equal to 0.377 meter, that is 377 mm. Take it as 380 mm. സോ നമുക്ക് വൺ വേ ഷിയറിന്റെ കൺസിഡറേഷനിൽ ഡി നമുക്ക് കിട്ടിയേക്കുന്നത് 380 mm ആണ്. നമുക്ക് ബെൻഡിങ് മൊമെന്റിൽ എത്രയായിരുന്നു കിട്ടിയത്? 208 mm ആയിരുന്നു. ഇനി നമുക്ക് എന്താ, ഇത് നമ്മൾ സെക്ഷൻ 11ന്റെ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമുക്ക് ഇനി സെക്ഷൻ 22ന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർ സെക്ഷൻ 22 ഏതാ? ദിസ്. അവിടെ നമുക്ക് എത്ര? 3 മീറ്റർ ഈ സൈഡും ഈ സൈഡ് 0.8 മൈനസ് ഡിയും. ഓക്കെ, ദെൻ ടോ വി നമുക്ക് ആദ്യം വി യു നമുക്ക് 2 എന്ന് എടുക്കാം. വി യു 2 ഈക്വൽ ടു 165 ഇൻറ്റു 3 ഇൻറ്റു 0.8 മൈനസ് ഡി ഇൻറ്റു 165 കിലോ ന്യൂട്ടൺ ആണ് 10 raised to 3. ദെൻ ടോ വി അപ്പം എന്തായിരിക്കും? വി യു ബൈ ബി ഡി. അപ്പൊ നമുക്കിത് കാണാതെ അറിയാം. IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ് 40.1. Okay, 165 into 10 raised to 3 into 3 into 0.8 minus d divided by b. b എത്രയാണ് നമുക്ക് ഇവിടെ? 3 മീറ്റർ ആണ്. 3000 into d into make it in mm into 10 raised to 3. Then നമുക്ക് വൺ വേ ഷിയർ റെസിസ്റ്റൻസ് ടോസി നമുക്ക് 0.36 ആണ്. ടോസി 0.36 നമ്മൾ 0.25% ആണ് അസ്യൂം ചെയ്തത്. സോ നമുക്ക് ടോസി ഈക്വൽ ടു ടോ വി ഇക്വേറ്റ് ചെയ്യാം. 0.36 ഈക്വൽ ടു 165 into 10 raised to 3 into 3 into 0.8 minus d divided by 3000 into d into 10 raised to 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, എത്ര കിട്ടി? 0.25 മീറ്റർ, ദാറ്റ് ഈസ് 250 mm. ഓക്കെ, 250 mm ആണ് നമുക്ക് വൺ വേ ഷിയറിന്റെ സെക്ഷൻ 22 കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്ക് 380 mm ആയിരുന്നു, ഇപ്പൊ നമുക്ക് 250 mm. ഇനി നമുക്ക് ഒരു കൺസിഡറേഷനും ഉണ്ട്. 2 വേ കൺസിഡറേഷനിലൂടെ നമുക്ക് ഡെപ്ത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഡെപ്ത് കൺസിഡറേഷൻ അക്കോർഡിംഗ് ടു സി ആണ്. ഡെപ്ത് അക്കോർഡിംഗ് ടു ടു വേ ഷിയർ. ഓക്കെ, നമ്മൾക്ക് പഞ്ചിങ് ഷിയർ എന്നും പറയും. സോ ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കാം. സി, ദിസ് ഈസ് റെക്ടാങ്കിൾ 0.6 by 0.4. ദിസ് ഈസ് 3 മീറ്റർ, ദിസ് ഈസ് 2 മീറ്റർ. നമുക്ക് എന്താ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ d/2 ഡിസ്റ്റൻസ് ഫ്രം ഓൾ ദ 4 സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് d/2 ഡിസ്റ്റൻസ് മാറിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് d/2, ദിസ് d/2, ഇത് d/2, ഇത് d/2. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഒരു സൈഡ് 0.4 ആ. 0.4 പ്ലസ് ഡി വരും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോളത്തിന്റെ ഈ സൈസ് 600 0.6 പ്ലസ് ഡി വരും.
അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എന്താ d/2 ഫ്രം all the 4 sides of the column. Then as per IS 456/2000 page number എത്രയാ? Page number 72 close 40.1 nominal shear stress tau V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that dou VU by BD. So we have to find out VU. It is pressure into area of shaded portion. Okay, pressure into area of shaded portion. Pressure, we know that it is 165 kilonewton per meter square into area of shaded portion. All 4 sides and the area ആണ് നമുക്ക് calculate ചെയ്തത്. This is 3 and this is 2. So 3 into 2 minus നമുക്ക് ഈ ഒരു portion minus ചെയ്താൽ മതി. എന്താ? 0.6 plus D into clear ആയില്ലല്ലേ? 0.6 plus D into 0.4 plus D. അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡയമെൻഷൻ ഞാൻ മാർക്ക് ചെയ്തത്. കോളത്തിന്റെ ഈ സൈസ് 600ഉം ഈ സൈസ് 400ഉം. അപ്പൊ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് എന്താ? 400 പ്ലസ് ഡിയും ഇത് 600 പ്ലസ് ഡിയും. ഞാനത് മീറ്ററിലേക്ക് ആക്കിയതാ. 0.6 പ്ലസ് ഡിയും 0.4 പ്ലസ് ഡിയും ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് എന്താ? വി യു കിട്ടി. ഓക്കെ ആണല്ലോ. ഈ ഫുൾ ഡയമെൻഷൻ എന്താ? 3 മീറ്റർ ബൈ 2 മീറ്റർ. അതിൽ നിന്ന് ഞാനത് മൈനസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ വി ഫൈൻഡ് ഔട്ട് ചെയ്യാം. 165 into 10⁻³ into 10⁻³ ഉണ്ട്. നമ്മൾ കിലോ ന്യൂട്ടണെ ന്യൂട്ടണിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇൻറ്റു 3 into 2 6. 6 മൈനസ് എന്ത് വരും? 6 മൈനസ് 0.6 പ്ലസ് ഡി ഇൻറ്റു 0.4 പ്ലസ് ഡി. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ? ബി ഇൻറ്റു ഡി ആണ്. ബി നമുക്ക് എന്താ? ഇത് 4 സൈഡ്സ് ഉണ്ട്. സോ പെരിമീറ്റർ എടുക്കാം. 2 ഇൻറ്റു എന്താ? 0.6 പ്ലസ് ഡി പ്ലസ് 0.4 പ്ലസ് ഡി. ക്ലിയർ അല്ലേ? 2 ഇൻറ്റു 0.6 പ്ലസ് ഡി പ്ലസ് 0.4 പ്ലസ് ഡി. അത് നമുക്ക് മീറ്ററിലാണ്, MM-ലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു ഡി ഇൻറ്റു 10⁻³ ഓക്കെ. പെർമിസിബിൾ. ഇനി നമുക്ക് ടോ വി കിട്ടി. നമുക്ക് ഇനി പെർമിസിബിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ടോ സി നമുക്ക് വേണം. പെർമിസിബിൾ നമ്മൾ എവിടെ നിന്നായിരുന്നു എടുത്തത്? പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്തായിരുന്നു കണ്ടീഷൻ? ആസ് പെർ IS 456/2000 ഏതാ? പേജ് 58 ക്ലോസ് 31.6.3.1. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. എന്തായിരുന്നു? ടോ വി is less than KS ടോ സി. ഇനി നമുക്ക് KS ഇക്വേഷൻ എന്താ? ക്ലോസ് 31.6.3 കാണാം. പേജ് 59 എടുത്തോ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾക്ക് അറിയാം. ഓക്കെ, 58ലായിരുന്നു 31.6.1 പെർമിസിബിൾ ഷിയർ സ്ട്രെസ് നമുക്ക് കിടപ്പുണ്ട്. ഇസ് ലെസ് ദാൻ നോട്ട് എക്സീഡ് KS ടോ സി എന്നാണ്. വേർ KS എന്താ? 0.5 പ്ലസ് ബീറ്റ ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 1. അതുപോലെ ടോ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 FCK ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഓക്കെ, നമുക്കിനി അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 പ്ലസ് ബീറ്റ സി നോട്ട് ഗ്രേറ്റർ ദാൻ 1. ബീറ്റ സി എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ചെയ്തേ. ratio of short side to long side of the column. Okay, 0.4 by 0.6 എത്ര വന്നു? 0.67. അപ്പൊ നമുക്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 പ്ലസ് 0.67. ഇറ്റ് ഈസ് മോർ ദാൻ 1. 1.167. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. പക്ഷെ നമുക്ക് 1 എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ KS ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോ സി എന്താ? ടോ വി ടോ സി എന്താ പറഞ്ഞേക്കുന്നത്? ടോ സി ഈസ് ഈക്വൽ ടു 0.25 റൂട്ട് FCK. FCK വി നോ ദാറ്റ് 20. 1.118 ന്യൂട്ടൺ പെർ MM സ്ക്വയർ. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ടോ വി ഈക്വൽ ടു KS ടോ സി. ടോ വി നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ? 165 into 10⁻³ into 6 minus of 0.4 plus D into 0.6 plus D divided by 2 into 0.6 plus D
plus 0.4 plus D into 10 raised to 3 into D into 10 raised to 3 equal to KS1 into tau C 1.118. Okay, cross multiply here, find out the value of D. Yeah, D equal to 0.287 meter. 287 mm. നമുക്ക് ഒരു 290 ആയിട്ട് റൗണ്ട് ചെയ്യാം. Yeah, 290 mm. ഓക്കെ, ഡെപ്ത് കാൽക്കുലേഷൻ നമ്മൾ അക്കോർഡിംഗ് ടു ബെൻഡി മൊമെന്റ് കൺസിഡറേഷൻ ചെയ്തു, 1 വേ ചെയ്തു, 2 വേ ചെയ്തു. ബെൻഡി മൊമെന്റ് കൺസിഡറേഷനിൽ നമുക്ക് 208 mm ആയിരുന്നു. 1 വേയിൽ നമുക്ക് സെക്ഷൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 380 mm സെക്ഷൻ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 250 mm 2 വേയിൽ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് 290 mm ആ. ഇനി ഇതിൽ 3 കേസിൽ നമുക്ക് മാക്സിമം വരുന്നത് ഏതാന്ന് നോക്കാം. ഡി നമുക്ക് അപ്പം എഫക്റ്റീവ് ആയിട്ട് വന്നേക്കുന്നത് 1 വേ ഷിയറിലാണ് നമുക്ക് മോർ വന്നിരിക്കുന്നത്. അഡോപ്റ്റ് ഡി ഈക്വൽ ടു 3 സെക്ഷൻ 11ന്റെ ആണ് വന്നേക്കുന്നത് 380 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്യാം. അസ്യൂം എഫക്റ്റീവ് കവർ 75 mm and with a diameter 16 mm. Okay, അങ്ങനെയാണെങ്കിൽ we have to find out the overall depth of the footing equal to effective depth plus effective cover plus dia by 2. That is 380 plus 75 plus 16 by 2. എത്ര വന്നു? 463 mm. നമുക്ക് റൗണ്ട് ചെയ്യാം 465 mm. That is our capital D, 465 mm. Okay, so അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ഡെപ്ത് നോക്കാം. ആക്ച്വൽ ഡെപ്ത് equal to D equal to capital D minus 75 minus dia by 2. 465 minus 75 minus 16 by 2, it is 382 mm. ഓക്കെ, നമുക്ക് ഇനി ബോട്ടം റീഇൻഫോഴ്സ്മെന്റിന്റെയും ടോപ്പ് റീഇൻഫോഴ്സ്മെന്റിന്റെയും കൂടെ ഡെപ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബോട്ടം നമ്മുടെ ഫൂട്ടിംഗ് ആണ്. ബോട്ടം ഇത് ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ്. സോ നമുക്ക് ഇതാണ് നമുക്ക് ക്യാപിറ്റൽ ഡി വന്നേക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ സെന്റർ, അതായത് ബോട്ടത്തിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഡി ഫോർ ബോട്ടം ലെയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ എന്താ D1 എന്നല്ലേ എടുക്കുന്നത്. ഓക്കെ, D1 ഈക്വൽ ടു ക്യാപിറ്റൽ ഡി, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ഡി. ഇത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് മൈനസ് എഫക്റ്റീവ് കവർ ഡെപ്ത് അല്ല, മൈനസ് നമ്മുടെ ഇതിന്റെ പകുതി വരെ, അതായത് ബോട്ടം ലെയറിന്റെ ഹാഫ് വരെ ഡയമീറ്ററിന്റെ, ദാറ്റ് ഈസ് 16/2. നമ്മുടെ ആക്ച്വൽ ഡെപ്ത് ആയിരിക്കും എപ്പോഴും നമ്മുടെ ആക്ച്വൽ ഡെപ്ത് ആയിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് 382 mm. D1 എത്ര? 382. ഇനി നമുക്ക് D4 ടോപ്പ് ലെയർ റീഇൻഫോഴ്സ്മെന്റ്. ടോപ്പ് ലെയർ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് D2 എന്ന് ഡിനോട്ട് ചെയ്യാം. ടോട്ടൽ ഡെപ്ത് മൈനസ് എഫക്റ്റീവ് കവർ മൈനസ് എന്താ ബോട്ടം ലെയർ റീഇൻഫോഴ്സ്മെന്റ് മൈനസ് ടോപ്പ് ലെയറിന്റെ ഹാഫ് വരെ എത്ര വന്നു? 366 mm. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവറേജ് കൂടെ ഒന്ന് നോക്കിയേക്കാം. ആവറേജ് ഡെപ്ത് D equal to D1 plus D2 by 2. 382 plus 366 by 2. 374 mm. Okay, 374 mm. It is greater than our actual required depth. Okay, required depth എത്ര ആയിരുന്നു? 208 mm. Hence mm ആണ് safe. Okay, so our depth D equal to effective depth D equal to 374 mm. Next, step number 6, design of flexural reinforcement. Flexural reinforcement design ചെയ്യാം. As per IS 456/2000, page number 96, annexure G 1.1. Here it is
ഓക്കെ, ആസ് പെർ IS 456 നമുക്ക് ഇക്വേഷൻ ആണ് mu equal to 0.87 FY AST into D into 1 minus of AST FY by BD FCK. ഓക്കെ, ക്ലിയർ? ഇക്വേഷൻ നമ്മുടെ കൈവശമുണ്ട്. സോ നമുക്ക് ഇനി കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താ, നമുക്ക് mu എത്രയായിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 237.6 into 10⁻⁶. ഓക്കെ, 0.87 into FY 415 into AST ആണ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ദെൻ ഡി നമുക്ക് ആദ്യം നമുക്ക് എന്താ ലോങ്ങർ സൈഡിലെ സൈഡിലെ റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഹെഡിങ് ആയിട്ട് എഴുതിയത് ഇതൊന്ന് റബ് ചെയ്തത്. ഫോർ റീഇൻഫോഴ്സ്മെന്റ് along longer direction. ഓക്കെ, ദെൻ നമ്മൾ എന്താ അവിടുത്തെ ഡി ആയിട്ട് ലോങ്ങർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടം വരും. സോ നമുക്ക് D1 ആണ് ഡി ആയിട്ട് എടുക്കേണ്ടത്. ഇറ്റ് ഈസ് 382 mm. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu 237.6 into 10⁻6 ഈക്വൽ ടു 0.87 into FY 415 into AST ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. AST അങ്ങനെ ഇടുക. ഇൻറ്റു ഡി നമ്മുടെ D1 382 ഇൻറ്റു 1 മൈനസ് AST ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇൻറ്റു 415 ഡിവൈഡഡ് ബൈ ബി. ബി എന്ന് പറയുമ്പം നമ്മുടെ ബി എന്താ വരും? ഇതാണ് നമ്മുടെ ഫിഗർ. സോ ദിസ് ഈസ് അവർ ഫൂട്ടിങ്. ദിസ് ഈസ് 3 meter. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ 2 ലോങ്ങർ സൈഡ് വരുമ്പോ പ്ലാനിൽ വരുമ്പം ദേ സി ഇങ്ങനെ വരും. ദിസ് ഈസ് കോളം 0.6 by 0.4. ഇത് 3 meter by 2 meter. ലോങ്ങർ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഡയമെൻഷൻ. സോ നമ്മുടെ ബി 2 ആണ്. 2 into 10⁻3 into ഡി എത്രയാ നമുക്ക്? ഡി 382 into FCK 20. ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ AST ഫൈൻഡ് ഔട്ട് ചെയ്യണം. എത്ര കിട്ടി AST? 1811 mm square. ഓക്കെ, ഇനി നമ്മൾ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്തേക്കുന്നത് 0.2% ആയിരുന്നു. സോ നമുക്ക് മിനിമം AST ഫൈൻഡ് ഔട്ട് ചെയ്യാം. മിനിമം AS എത്രയാ? 0.2% ഓഫ് ഗ്രോസ് ഏരിയ. ഓക്കെ, 0.25 by 100 into B into D. ഓക്കെ, 0.25 by 100 into B. B നമുക്ക് എത്ര? 2 into 10⁻3. D എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്? 382. എത്ര വന്നു മിനിമം AS? 1910 mm square. നമുക്ക് 16 mm യൂസിങ് 16 mm ഡയ ബാസ്. നമുക്ക് നമ്പർ ഓഫ് ബാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. യെസ്, നമ്പർ ഓഫ് ബാസ് ഇൻ ദ ലോങ്ങർ സൈഡ്. ഈ സൈഡിൽ നമ്പർ ഓഫ് ബാർ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ സൈഡിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എത്ര വന്നു നമുക്ക്? AS ഡിവൈഡഡ് ബൈ π/4 D സ്ക്വയർ. AS എത്രയാ? 1910 ഡിവൈഡഡ് ബൈ π/4 16 സ്ക്വയർ. എത്ര വന്നു? 9.499. നമുക്ക് 9.499 ആണ് വരുന്നത്. 10 ബാർസ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ സൈഡിൽ നമ്മൾ 10 ബാർസ് പ്രൊവൈഡ് ചെയ്യും ലോങ്ങർ ഡിറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസിംഗ് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കാം. സ്പേസിംഗ് ഓക്കെ, ഈ ഡയറക്ഷനിലാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് നമുക്ക് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഈ സ്പേസിംഗ്, അതായത് ഈ ഡിസ്റ്റൻസ് സ്പേസിംഗ് 2000. ഈ ഡിസ്റ്റൻസ് മൈനസ് നമുക്ക് ഇവിടെയും കവർ വരുന്നുണ്ട്, ഇവിടെയും കവർ വരുന്നുണ്ട്. സോ -75 -75 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർ. എത്ര ബാറാ കൊടുക്കേണ്ടത്? 10 ബാർ. ഇങ്ങനെയാണ് നമ്മൾ 10 ബാർ ഇടുന്നത്. നമുക്ക് സ്പേസിംഗ് എടുക്കുമ്പോൾ ഈ ഡയമെൻഷൻ ആണ് വേണ്ടത്. എത്ര വന്നു? 200 അല്ല 185 mm വരും സെന്റർ ടു സെന്റർ പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് 10 numbers of 16 mm dia bars at 185 mm center to center spacing in the longer side. ഇനി നമുക്ക് ഷോർട്ടർ സൈഡിലേയും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം.
Next, for reinforcement along shorter direction or shorter side. അവിടെ എന്താ നമ്മൾ ഡി എടുക്കേണ്ടത്? D2 ആണ്. D2 എത്രയായിരുന്നു? 366 mm. ഓക്കെ, MU എന്താ നമുക്ക് എടുക്കേണ്ടത്? ഷോർട്ടർ സൈഡിലെ MU ആണ് എടുക്കേണ്ടത്. MU ഇക്വൽസ് നമ്മൾ ഏറ്റവും ആദ്യം തേർഡ് സ്റ്റെപ്പായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 158.4 into 10⁻⁶ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അത്രയും ന്യൂട്ടൺ mm. 10⁻⁶ ആകുമ്പോൾ ന്യൂട്ടൺ mm. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. MU എന്താ? ദിസ് ഇക്വേഷൻ MU എന്തായിരിക്കും? 158 into 158.4 into 10⁻⁶ equal to 0.87 into FY 415. AST ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇൻറ്റു ഡി എത്രയാണ്? 366 into 1 minus AST ഫൈൻഡ് ഔട്ട് ചെയ്യണം. FY 415 by B. B എന്താ? ഇവിടുത്തെ B എന്തായിരിക്കും? 3 മീറ്റർ ആയിരിക്കും വരുന്നത്. 3 into, അതായത് നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. ഓക്കെ, നമ്മുടെ കോളം ഇതാണ്. 0.6 by 0.4. ദിസ് ഈസ് 3 മീറ്റർ, ദിസ് ഈസ് 2 മീറ്റർ. ഇനി നമ്മൾ റീൻഫോഴ്സ്മെന്റ് ഷോർട്ടർ സൈഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ B 3 മീറ്റർ ഇൻറ്റു 10⁻³ ഇൻറ്റു ഡി 366 ഇൻറ്റു FCK. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് AST. AST എത്ര വന്നു? AST നമുക്ക് കിട്ടിയത് 1227 mm². ഓക്കെ, ടോട്ടൽ AST നമുക്ക് വന്നത് 1227 mm². ഇനി നമുക്ക് മിനിമം AS നമ്മൾ 0.25% ആണ്. സോ 0.25% ഓഫ് ഗ്രോസ് ഏരിയ ഇൻറ്റു BD. 0.25 divided by 100 into B. 3 into 10⁻³ into D. 366. എത്ര കിട്ടി? 2745 mm². ഓക്കെ, യൂസിങ് 16 mm dia bars നമുക്ക് നമ്പർ ഓഫ് ബാർസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇൻ ദ ഷോർട്ടർ സൈഡ്. AS ഡിവൈഡ് ബൈ π/4 D². AST എത്ര നമുക്ക് കിട്ടിയ? 2745 ഡിവൈഡ് ബൈ 16 mm dia bar π/4 16². ഇറ്റ് ഈസ് 13.65. നമുക്കൊരു 14 ബാർസ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസിംഗ് കൂടെ കാണാം. നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ ഷോർട്ടർ സൈഡിൽ കൊടുക്കുന്നത്. സോ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് വരുമ്പം ഇതൊരെണ്ണം, അടുത്ത ഇതാവുമ്പോൾ നമുക്ക് ഇതാണ് ഡിസ്റ്റൻസ്. ക്ലിയർ? ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു ബാർ, അത് കഴിഞ്ഞ് അടുത്ത ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഇതാ. അപ്പൊ നമുക്ക് ഈ ഡയമെൻഷൻ ആണ് എടുക്കേണ്ടത്. 3000 മൈനസ് ഈ എഫക്റ്റീവ് കവറും ഇവിടുത്തെ എഫക്റ്റീവ് കവറും. -75 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർസ്, ഇറ്റ് ഈസ് 14. 203.5 വരും. നമുക്ക് 200 mm കൊടുക്കാം. സോ പ്രൊവൈഡ് 14 numbers of 16 mm dia bars at 200 mm center to center spacing in the shorter side. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസൈൻ ഓഫ് ഫ്ലെക്ചറൽ റീൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെക്കാണ്. ചെക്ക് 4. ഓക്കെ, ചെക്ക് 4 സ്റ്റെപ്പ് നമ്പർ 7. ചെക്ക് 4 one way shear. വൺ വേ ഷിയറിന്റെ ചെക്കാണ്. നമുക്കറിയാം ആസ് പെർ IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ് 40.1. ഓക്കെ, എന്തായിരുന്നു? ടോ V ഈക്വൽ ടു VU ബൈ BD. VUന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. 165 into 2 into 1.2 minus D into 10⁻³ divided by 2000 into D. നമുക്ക് എത്രയായിരുന്നു? 374 mm into ഓക്കെ, ഇൻറ്റു 10⁻³ വേണ്ട, mmലാണ്. 374 mm. ഓക്കെ, D നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് എത്രയാ വാല്യൂ കിട്ടുന്നത്? ഇവിടെ D എത്രയാ കൊടുക്കേണ്ടത്? 0.374. എത്ര വന്നു? 0.364 Newton/mm². ഇനി നമുക്ക് ഇത് നമ്മൾ സെക്ഷൻ 11ന്റെ ഇക്വേഷൻ ആണ് എടുത്തത്. ഓക്കെ, നമുക്ക് ടോ സി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ %25 ആയിരുന്നു. 100 AS by BD, അതായത് 100 into
pi by 4 d square. It is 16 square. എത്ര ബാർ ആയിരുന്നു കൊടുത്തത് ലോങ്ങർ സൈഡിൽ 10 bars ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു D374. ഓക്കെ, എത്ര വന്നേ 0.268. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ടോസി. ടോസി നമുക്ക് ഇന്റർപുലേറ്റ് ചെയ്യണം ടേബിൾ 19 0.25 കറസ്പോണ്ടിങ് 0.36. നമുക്ക് വന്നേക്കുന്ന വാല്യൂ 2.68 ആണ്. കറസ്പോണ്ടിങ് എക്സ് വാല്യൂ നമുക്ക് കിട്ടണം 0.5 0.48. സോ നമുക്ക് എക്സ് വാല്യൂ വരുന്നത് 0.368 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ടോ വി ലെസ് ദാൻ ടോ സി, ഹെൻസ് സേഫ്. ഇതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ 2ന്റെ ഇക്വേഷൻ ഇവിടെ 0.8 മൈനസ് ഡി കൊടുക്കാം. ചെക്ക് ചെയ്യുക, ലെസ് ദാൻ ആണ് വരുന്നത്. ഹെൻസ് നമുക്ക് സേഫ് ആണ്. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. സെക്ഷൻ 2ന്റെ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്. ടോ വി 165 ഇൻറ്റു 10⁻³ ഇൻറ്റു 3 ഇൻറ്റു 0.8 മൈനസ് ഡി. മൈനസ് ഡി എന്താ 0.374 ഡിവൈഡഡ് ബൈ 3000 ഇൻറ്റു 374. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.1879. ഓക്കെ, ഡി നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പി കാണാം 100 AS ബൈ ബി ഡി. ഓക്കെ, 100 ഇൻറ്റു നമുക്ക് എത്ര വാല്യൂ വന്നത് 100 ഇൻറ്റു 10 ഇൻറ്റു pi by 4 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3000 ഇൻറ്റു 374. എത്ര വന്നു 0.179. ഓക്കെ, ഇന്റർപുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സ് വരുന്നത് ദാറ്റ് ഈസ് ടോസി വരുന്നത് 0.3 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. നമുക്ക് ഇന്റർപുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് 0.15 0.28 0.179 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 0.25 0.36 നമുക്ക് ടേബിൾ 19 നമ്മൾ വാല്യൂസ് എടുത്തത്. ഇവിടെ 10 തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് ഇട്ടേക്കുന്നത്. ഞാൻ ആവറേജ് അങ്ങ് കൊടുത്തതാണ്. നമുക്ക് ഷോർട്ടർ സൈഡിൽ 14 ആണ് കിട്ടിയേക്കുന്നത്. ലോങ് സൈഡിൽ നമുക്ക് 10 നമ്പർ ഓഫ് ബാർസ് കൊടുത്തേക്കുന്നത്. ആവറേജ് ഇട്ട് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. സോ നമുക്ക് ടോ വി ലെസ് ദാൻ ടോ സി, ഹെൻസ് സേഫ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഡിയും ആവറേജ് ഡി ആണ് 374 mm ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ സെക്ഷൻ 1 എടുക്കുമ്പോൾ D1 സെക്ഷൻ 2 എടുക്കുമ്പോൾ D2 ഡയമീറ്റർ ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് സേഫ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ ആവറേജ് ഡി ഇട്ട് രണ്ട് സൈഡിലും ആവറേജ് ഡി ഇട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 8 ചെക്ക് ഫോർ two-way shear as per IS 456 close 40 point, IS 456 ക്ലോസ് 40.1. നോമിനൽ ഷിയർ ടോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു വേ ഷിയറിന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ടോ വി ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ബി ഡി, വി യു ഡിവൈഡ് ബൈ ബി ഡി. നമുക്ക് വി യു ഇങ്ങനെയായിരുന്നു കിട്ടിയത് 165 ഇൻറ്റു 10⁻³ ഇൻറ്റു 6 മൈനസ് ഓഫ് 0.6 പ്ലസ് ഡി ഇൻറ്റു 0.4 പ്ലസ് ഡി. ഓക്കെ, ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 2 into 0.6 plus D plus 0.4 plus D into 10⁻³ into D into 10⁻³. So D ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 374 mm. ആവറേജ് ഡി ആണ് എടുത്തേക്കുന്നത്. 374 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ 0.662 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി നമുക്ക് പെർമിസിബിളുമായിട്ട് ചെക്ക് ചെയ്യണം. പെർമിസിബിൾ ടോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KS ടോസി ആണ്. KS ടോസി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 into 1.118 ഇറ്റ് ഈസ് 1.118 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ടോ വി ലെസ് ദാൻ KS ടോസി ആണോ എന്ന്. ടോ വി നമുക്ക് 0.662, KS ടോസി നമുക്ക് 1.118, ഹെൻസ് സേഫ്. ഇറ്റ് ഈസ് ലെസ് ദാൻ. ഓക്കെ, ഹെൻസ് safe. Step number 9 check for development length. Okay, as per IS 456/2000 page number 42 close 26.2.1 equation എന്താ LD equal to pi sigma s divided by 4 tau BD. പൈ നമ്മൾ കൊടുത്തത് 16 mm ആയിരുന്നു. സിഗ്മ എസിന്റെ ഇക്വേഷൻ എന്താ 0.87
Fy. Fy it is 415 divided by 4 into tau BD. Tau BD calculate ചെയ്തേ. Yeah, 1.2 for M20, 1.2 plus 60% increment. It is 1.92. 1.92. എത്ര വന്നു? 752.18 mm വരും. ഓക്കെ, നമുക്കിനി LD അവൈലബിൾ എത്രയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ, അതായത് നമ്മുടെ കോളം, ദിസ് ഈസ് ഫൂട്ടിംഗ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് 1.2 മീറ്റർ ആണ്. ഓക്കെ, സോ 1.2 മൈനസ് എഫക്റ്റീവ് കവർ അവൈലബിൾ. എഫക്റ്റീവ് കവർ നമ്മൾ 75 mm ആണ്. 1.2 മൈനസ് 0.075 അവൈലബിൾ നമുക്ക് 1.125 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് റിക്വയർഡ് നമുക്ക് 0.75 മീറ്റർ ആണ്. സേഫ് അല്ലേ? യാ. ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ equal to 1.125 meter. It is greater than LD required, that is 0.75 meter. So LD available greater than LD required, hence safe. Step number 10, check for transfer of load at the base. Okay, check for transfer of load at the base as per IS 456/2000, page number 65, clause 34.4. Okay, നമ്മുടെ ഫിഗർ, കോളം, then footing, total depth D 465, then this dimension 600 mm, column dimension 600 mm by 400 mm, 3 meter. Okay, then ultimate load acting at the column base equal to 600 kilonewton. Then area of the column 400 by 600. Then actual bearing stress. Actual bearing stress is equal to load by area. Load 600, it is in kilonewton, make it in newton, into 10 raised to 3 divided by 400 into 100, 600, 400 into 600. It is 2.5 Newton per mm square. Then as per IS 456/2000, page number 65, clause 34.4, permissible bearing stress. Permissible bearing stress is equal to permissible bearing pressure into a factor. Factor is root of A1 by A2. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 2, 2-നെക്കാട്ടി കൂടാനും പാടില്ല. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ടിങ്ങിന്റെ സൈസ് ഡിവൈഡ് ബൈ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് റൂട്ട് ഓഫ് ഫൂട്ടിങ്ങിന്റെ ഏരിയ 3 into 2, കോളത്തിന്റെ ഏരിയ 0.4 into 0.6. എത്ര വന്നു? 5. Yeah, it is greater than 2. So factor taken as 2. Then permissible bearing stress equal to permissible bearing pressure 0.45 FCK for limit state into a factor. Okay, 0.45 into 20 into 2. It is 18 Newton per mm square. Okay, permissible greater than actual bearing stress. Actual bearing stress 2.5 Newton per mm square. It is permissible greater than actual. Hence the design is safe. Then the final step, reinforcement detailing. Step number 11, reinforcement detailing.
Okay, column, footing, then plan section. Okay, and this is a column. This is $600 okay. Bottom layer reinforcement, then top layer okay, and this is 600 mm, column dimension 600 mm by 400 mm, and footing kanamo, yes, footing dimension 3 meter by 2 meter, okay. This is footing and this is column, okay. Then the bottom reinforcement, the top reinforcement, bottom reinforcement 10 numbers of 16 mm dia bars at 185 mm center to center spacing, and top diameter, that is top layer reinforcement 14 numbers of 16 mm dia bars at 200 mm center to center spacing, okay. Then column reinforcement provide 8 numbers of 12 mm dia bar as longitudinal reinforcement and ties 8 mm at 300 mm center to center spacing, okay. അത് നമ്മളങ്ങ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഈ ഒരു ഡയമെൻഷൻ നമുക്കറിയാം ഇത്രയും 1.2 മീറ്റർ ആയിരുന്നു. നമുക്ക് ഡെപ്ത് ക്യാപിറ്റൽ D 465 ആയിരുന്നു. ബോട്ടം ലെയറിന്റെ സെന്റർ വരെ, ദാറ്റ് ഈസ് D1, ബോട്ടം ലെയറിൻ്റെത് D1 നമുക്ക് 382 mm ആയിരുന്നു. ദെൻ ടോപ്പ് ലെയറിന്റെ സെന്റർ വരെ D2 നമുക്ക് 366 mm ആയിരുന്നു, ഓക്കെ. ഇത്രയുമാണ് ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്തത്. കോളം ഡയമെൻഷൻ 600 by 400 ആണ്, ഇവിടെ ക്ലിയർ ആണ്, ഓക്കെ. ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻ 3000 mm by 2000 mm, 3 meter by 2 meter ആയിരുന്നു. ബോട്ടം ലെയർ നമ്മൾ 10 നമ്പേഴ്സ് 16 mm ഡയാഡ് 185, അതായത് ഇങ്ങനെ വരും, ഓക്കെ. 10 നമ്പേഴ്സ്. ഇത് നമ്മൾ എഫക്റ്റീവ് കവർ കൊടുത്തത് effective cover 75 mm, effective cover, okay. Then നമ്മൾ ടോപ്പ് ലെയർ നമ്മൾ 14 numbers of 16 mm at 200 mm ആയിരുന്നു. ഷോർട്ടർ സൈഡിൽ ദിസ് 14 numbers ആയിരുന്നു, okay. This is 10 numbers of 16 mm dia at 185 mm center to center spacing. Then shorter side 14 numbers of bars at 16 mm 200 mm center to center spacing, okay. Detailing idana design of isolated rectangular footing design come detailing undu. Clear ayi nu vicharikkunnu. Have a nice day.